തുടങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എവിടുന്ന് തുടങ്ങണം, എവിടുന്ന് അവസാനിക്കണം എന്നുള്ളതൊന്നും ഇപ്പോഴും മിക്ക ആൾക്കാർക്കും അറിയുന്നില്ല എന്നുള്ളത് എന്റെ കമന്റ് വായിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. മിക്ക ആൾക്കാരും ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ചേച്ചി എങ്ങനെയാണ് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 7 days ഹെയർ കെയർ റുട്ടീൻ ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇതേപടി എല്ലാ ആഴ്ചകളിലും ചെയ്തു വന്നാൽ മതി. ഇനിയിപ്പോ ഏതെങ്കിലും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തന്ന ഹെയർ കെയർ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ഉള്ളപ്പോ കറക്റ്റ് ആയിട്ട് അത് ചെയ്തിരുന്നാൽ മതി. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം തെറ്റുന്നത് കൊണ്ടൊന്നും നമ്മുടെ മുടിക്ക് ഒന്നും തന്നെ സംഭവിക്കാനില്ല കേട്ടോ. അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ മുടിയുടെ എല്ലാ സംശയങ്ങളും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം. അതിനുള്ള റിപ്ലൈ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മുടെ 2024 അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരോ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിരിക്കും. പക്ഷെ നിങ്ങൾ മെസ്സേജ് അയച്ച പാടേ എനിക്ക് അപ്പൊ തന്നെ റീപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല. കാരണം കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും കമന്റ് വായിച്ച് അവർക്ക് റീപ്ലൈ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള സമയങ്ങളിൽ വ്യത്യാസം വരും എന്നല്ലാതെ നിങ്ങൾക്ക് റീപ്ലൈ തരാതിരിക്കേയില്ല. നിങ്ങൾ നിരന്തരം കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വീഡിയോയിലോട്ട് കിടക്കാട്ടോ. അപ്പൊ ആദ്യമേ തന്നെ ഡേ വൺ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചൂസ് ചെയ്യാട്ടോ. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സൺഡേ തന്നെ ആയിരിക്കും. അപ്പോൾ സൺഡേ മുതലാണ് ഞാൻ ഇന്ന് 1 by 1 ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടി പോണത്. അപ്പൊ ആദ്യത്തെ ദിവസം സൺഡേ നമ്മൾ ചെയ്യേണ്ട വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ മറ്റേത് ദിവസവും നിങ്ങൾക്ക് ഹെയർ കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഡേ 1 കാര്യം നമ്മുടെ മുടിയിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്തിരിക്കണം. അത് നമ്മുടെ മുടിയുടെ വളർച്ചയുടെ ഒരു അടിത്തറ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡേ 1 ആണ്. അതായത് ഹെയർ ഓയിലിംഗ് ആണ്. നമ്മളെല്ലാവരും ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. നമ്മളെല്ലാവരും നമ്മുടെ മുടിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഈ എണ്ണ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒരു 5 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന എണ്ണ ഉണ്ടല്ലോ ഒരു ചെറുങ്ങനെ ഒരു ചൂട് നമ്മുടെ എണ്ണയ്ക്ക് ഉണ്ടാവണം. അത്ര മാത്രമേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഒരു ഇളം ചൂടുള്ള എണ്ണ ഉണ്ടല്ലോ അതെടുത്ത് നിങ്ങൾ വകച്ചിലെടുത്ത് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് പോലെ ഓരോ ലെയറുകൾ എടുത്തിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ല പോലെ അപ്ലൈ ചെയ്യുക. ഈ ഒരു ലെയർ ആയിരിക്കണം നിങ്ങളുടെ സ്കാൽപ്പ് മൊത്തം ഉണ്ടാവേണ്ടത്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു മസാജും കൂടെ നിങ്ങളുടെ മുടിക്ക് കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ മുടിയിലും ഡീപ്പായിട്ട് നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഡീപ്പായിട്ട് ഹെയർ ഓയിൽ ചെയ്യുന്ന ദിവസമാണ്. അങ്ങനെ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല പോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ പല്ല അകലമുള്ളൊരു ചീപ്പി എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്കാൽപ്പ് ഇതേപോലെ വകച്ചലെടുത്തതിന് ശേഷം നിങ്ങൾ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് പോലെ ഇങ്ങനെ നിങ്ങളുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇങ്ങനെ എടുക്കുന്ന സമയത്തുള്ള ഗുണം എന്താണെന്നറിയാമോ? നിങ്ങൾ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് താരന്റെ പ്രശ്നം, താരൻ വിട്ടുമാറുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ എത്ര യൂസ്ഫുൾ ഉള്ളതാണ് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അത്രമാത്രം എഫക്റ്റീവാണ്. നിങ്ങൾക്ക് എത്ര കട്ട പിടിച്ച് നിൽക്കുന്ന താരനാണെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും തന്നെ ഇളകി വരും കേട്ടോ. അത് കൂടാതെ നമ്മൾ ഈ ഇളം ചൂടുള്ള എണ്ണ നമ്മുടെ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും. പല കാരണങ്ങളാലും നിങ്ങൾക്ക് തിരക്കുകളൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെയർ കെയർ ഒന്നും ചെയ്യാനേ പറ്റിയിട്ടില്ല, അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കാന്ന് അറിയാമോ? നിങ്ങളുടെ ഈ പോഴ്സിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഉപയോഗിച്ച നിങ്ങളുടെ ഹെയർ ഓയിൽ, അതേപോലെ തന്നെ ഹെയർ ഓയിലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി, അഴുക്ക്, പൊടി ഇതൊക്കെ അടിഞ്ഞുകൂടി നിങ്ങളുടെ പോഴ്സ് ക്ലോസ്ഡ് ആയി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ
ഈ ഒരു ചീപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഇളക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയില്ല ഇത് പുറത്തു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നിങ്ങളുടെ പോഴ്സിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള എല്ലാ അഴുക്കും ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ എത്രമാത്രം യൂസ്ഫുൾ ഉള്ളതാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ സ്കാൽപ്പ് മുഴുവനായിട്ടും തന്നെ നിങ്ങൾ ഇതേ ഒരു രീതിയിൽ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്കാൽപ്പ് ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഇത് മാത്രം ചെയ്തുകൊണ്ടല്ല കേട്ടോ, ഇതൊക്കെ കഴിഞ്ഞ പിന്നെ നമുക്ക് ഹെയർ വാഷിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്കാൽപ്പിൽ മുഴുവനായിട്ടും ഇങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം മുടി കെട്ടിവെക്കാം. എന്നിട്ട് 1 മണിക്കൂർ നിങ്ങൾ അങ്ങനെ തന്നെ ഹെയർ ഓയിൽ നമ്മുടെ മുടിയിൽ വെക്കണം. ഇനിയിപ്പോൾ 1 മണിക്കൂർ പറ്റില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അരമണിക്കൂർ അതല്ലെങ്കിൽ 20 മിനിറ്റ് എങ്കിലും ഈ ഒരു എണ്ണ നിങ്ങളുടെ മുടിയിലും സ്കാൽപ്പിലും അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുക. നല്ല വൃത്തിക്ക് ഷാമ്പൂ ഇട്ട് നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ഡയറക്റ്റായിട്ട് ഷാമ്പൂ കൈ നിറച്ചു കൊടുത്ത് അങ്ങനെ നിങ്ങളുടെ സ്കാൽപ്പിൽ വെച്ച് ഇങ്ങനെ ഉരയ്ക്കുന്നതിന് പകരം ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലോട്ട് നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ഷാമ്പൂ മിക്സ് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ഡയല്യൂട്ട് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ആ ഒരു വെള്ളം നമ്മൾ കുനിഞ്ഞു നിന്നിട്ടാണല്ലോ ഹെയർ വാഷ് ചെയ്യുക. അപ്പൊ കുനിഞ്ഞു നിന്ന് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വേണം, ഇങ്ങനെ ഇളക്കിയെടുത്ത് വേണം നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ സ്കാൽപ്പിൽ താരനൊക്കെ ഇളകി നിൽക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ അഴുക്കുകളൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുന്നുണ്ടാവും. അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു മസാജ് കൊടുത്ത് നിങ്ങളുടെ സ്കാൽപ്പ് മുടിയൊക്കെ വൃത്തിക്ക് നല്ലപോലെ വെള്ളം കോരി ഒഴിച്ച് നല്ല വൃത്തിക്ക് നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുക്കുക. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണർ ഉപയോഗിക്കാം കേട്ടോ. അതിനായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ അലോവേരയുടെ ജെൽ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഹെയർ ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് മുടി കെട്ടി വെച്ചിട്ട് മേലൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുടിയൊന്ന് നല്ല രീതിക്ക് കഴുകിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ ആയിട്ടുള്ള നമ്മുടെ കണ്ടീഷണർ തന്നെ ഉപയോഗിക്കാം. കെമിക്കൽ ആയിട്ടുള്ള കണ്ടീഷണർ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തലയുടെ ഓട്ടിലേക്ക് അപ്ലൈ ചെയ്യരുത്, മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതെല്ലാം നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ കണ്ടീഷണർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കാൽപ്പിലും മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടത്. ഡേ 1 കണ്ടീഷണർ നിർബന്ധമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എന്നാലും നമ്മുടെ ഒരു റൊട്ടീൻ എന്ന് പറയുമ്പോൾ അതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. ഇനി നമ്മുടെ ഡേ 2 ആണ്. ഡേ 2 നമ്മുടെ മുടികൾ ഇങ്ങനെ വളരാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കാത്തിരിക്കുന്ന സമയമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്കാൽപ്പിൽ നിങ്ങൾ എന്തൊക്കെ അപ്ലൈ ചെയ്താലും തീർച്ചയായിട്ടും അതിന് അടിപൊളി റിസൾട്ട് ഉണ്ടാവും. കാരണം ഇപ്പൊ നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ ക്ലീൻ ആണ്, മുടി വളരാൻ അവിടെ റെഡി ആയി നിൽക്കുകയാണ്. നേരെ മറിച്ച് മുമ്പ് നമുക്ക് അതല്ല അവസ്ഥ. നമ്മുടെ സ്കാൽപ്പിൽ ചെളിയും പൊടിയും അഴുക്കൊക്കെ ഉണ്ട്. നമ്മൾ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും വെറുതെ ഷാമ്പൂ ഇട്ട് കഴുകിയാലും ഒന്നും നമ്മുടെ സ്കാൽപ്പിലുള്ള പ്രശ്നങ്ങൾ മാറില്ല. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് ഇപ്പോ ക്ലീൻ ആണ്, അവിടെ പുതിയ മുടികൾ വളരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഡേ 2 നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ഡേ 1 നമ്മൾ ഡീപ്പായിട്ട് നമ്മുടെ മുടിയിൽ ഹെയർ ഓയിൽ ചെയ്ത് ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്തത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം എണീച്ചതും നിങ്ങളുടെ മുടിയിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരിക്കലും ഡെയിലി ഹെയർ വാഷ് ചെയ്യരുത്. ഇനിയിപ്പോൾ ഡെയിലി നിർബന്ധമായിട്ടും ഹെയർ വാഷ് ചെയ്യണ ആളുകൾ ആണെങ്കിൽ മാത്രം വെറുതെ പച്ചവെള്ളം ഒഴിച്ച് നിങ്ങളുടെ മുടിയൊന്ന് കഴുകിയെടുക്കുക. അല്ലാത്തവര് നിങ്ങൾ വെറുതെ മുടിയൊന്ന് ചീവിയെടുത്ത് മുടിയൊന്ന് കെട്ടിവെച്ചാൽ മാത്രം മതി. മോർണിംഗിൽ നൈറ്റിൽ നിങ്ങളുടെ മുടി കുറച്ച് ഡ്രൈ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 2 ഡ്രോപ്സ് നിങ്ങളുടെ ഹെയർ ഓയിൽ എടുക്കുക. അതല്ലെങ്കിൽ ഹെയർ സീറം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ സ്കാൽപ്പിലല്ല കേട്ടോ, മുടിയിൽ അപ്ലൈ ചെയ്ത് നല്ലൊരു സ്കാൽപ്പിൽ ഒരു മസാജും കൂടെ കൊടുത്ത് കെട്ടിവെക്കുക. അതല്ലെങ്കിൽ രാത്രിയിൽ ഡേ 2 രാത്രിയിൽ നിങ്ങൾക്ക് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ടോണേഴ്സ് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഉലുവയുടെ വെള്ളം, നമ്മുടെ റോസ്മേരിയുടെ വെള്ളം, അതേപോലെ തന്നെ തേയിലപ്പൊടി, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് രാത്രിയിൽ ടോണറായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ മുടിയിൽ കാണാൻ കഴിയും. അപ്പൊ ഡേ 2 നമ്മുടെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഡേ 3 ആണ്. ഡേ 3 നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് പെട്ടെന്നൊരു റിസൾട്ട് നമ്മുടെ മുടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഈ ഒരു റൊട്ടീനാണ് കേട്ടോ. വീണ്ടും എന്റെ മുടിയിൽ ഞാൻ ഹെയർ ഓയിൽ ഇടും. ഒരു ദിവസം ഗ്യാപ്പ് വിട്ട് അടുത്ത ദിവസം വീണ്ടും ഞാൻ ഹെയർ ഓയിൽ എന്റെ മുടിയിൽ ഇടും. ഇനിയിപ്പോ ഒരു ദിവസം ഗ്യാപ്പ് വിട്ട് പിറ്റേ ദിവസം ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം രാത്രി ഞാൻ എന്റെ ഫുള്ളായിട്ട് എന്റെ സ്കാൽപ്പിലും മുടിയിലൊക്കെ
ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഡേ 3 അങ്ങനെ തന്നെ തുടങ്ങാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡേ 3 നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ചൂടാക്കൊന്നും വേണ്ട, വീക്ക്ലി വൺസ് മാത്രം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. സാധാ നിങ്ങളുടെ ഹെയർ ഓയിൽ എടുത്ത് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കെട്ടിവെക്കാം. അരമണിക്കൂറിന് ശേഷം നല്ലൊരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടിയെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാനും ഹെയർ വാഷ് ചെയ്യുമ്പോൾ മുടി പൊട്ടിപ്പോവാതിരിക്കാനും ഡ്രൈ ആവാതിരിക്കാനും ഒക്കെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ഉള്ളതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കണ്ടീഷണർ നിങ്ങളുടെ മുടിയിൽ ഇടേണ്ട ആവശ്യമില്ല ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഒരു 2-3 ഹെയർ പാക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യത്തെ ഹെയർ പാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ വെള്ള എടുക്കുക. അത് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 1-2 എണ്ണം എടുക്കുക. വൈറ്റ് മാത്രം മതി. അതിലോട്ട് നമ്മുടെ തൈര് ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്യുക. ആ മുട്ടയുടെ വെള്ളയിലോട്ട് തൈര് മിക്സ് ചെയ്ത് തൈര് ഒഴിച്ച് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം കെട്ടിവെക്കുക. അതിനുശേഷം ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ പാക്ക്. രണ്ടാമത്തേത് നമ്മുടെ ഉലുവയാണ്. തലേന്ന് തന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുക. പിറ്റേ ദിവസം ആ വെള്ളത്തിലോട്ട് ആ ഉലുവട ആ കൂട്ടത്തിലോട്ട് കുറച്ച് തേങ്ങ ചിരവിയതോ അതല്ലെങ്കിൽ തൈരോ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത് ഇത് അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. മൂന്നാമത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ കാണിക്കുന്ന എല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ പാക്കുകളും ഹെയർ കെയറും തന്നെ മാറ്റി മാറ്റി കാണിക്കണത് കേട്ടോ. അപ്പൊ മൂന്നാമത്തേത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേരയുടെ ജെല്ലുണ്ടല്ലോ, അലോവേരയുടെ ജെല്ലിലോട്ട് നമ്മുടെ തൈര് മിക്സ് ചെയ്ത് തേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തി ഉണ്ടല്ലോ, നമ്മുടെ ചെമ്പരത്തി ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം അത് പിഴിഞ്ഞെടുത്ത് ആ ഒരു ഹെയർ പാക്ക് വേണമെങ്കിലും നമ്മുടെ മുടിയിൽ ഫുള്ളായിട്ട് ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഡേ 3 ഹെയർ വാഷ് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിലിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയിൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ കഴിയും കേട്ടോ. നോർമലി നമ്മൾ ഡേ 1 ഹെയർ വാഷ് ചെയ്തതിനും ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിനും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഡേ 3 വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ ഡേ 4 ആണ്. ഡേ 4 നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മുടിയിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. പിറ്റേ ദിവസം ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. വൈകുന്നേരം നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ ചെയ്യാട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള ടോണേഴ്സ്, ഏതെങ്കിലും ടോണേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുടി നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ്മേരിയുടെയോ ഉലുവയുടെയോ ടോണേഴ്സ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. റോസ്മേരി ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കേടാവത്തേ ഇല്ല. ഉലുവ കേടുവരും. നമ്മുടെ തേയില വെള്ളവും അധിക ദിവസം കേടുവരാതെ നിൽക്കും. പക്ഷെ ഉലുവ പെട്ടെന്ന് ചീത്തയാവും. ചീത്തയാവാതെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ റോസ്മേരിയുടെ വാട്ടർ നിങ്ങൾ തന്നെ ഉണ്ടാക്കി ഒരു 1 വീക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വകച്ചിലെടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ വെറുതെ മുടി അഴിച്ചിടുക. അതിനുശേഷം നിങ്ങൾ മുടി കെട്ടിവെച്ച് ഉറങ്ങുക. നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണമെന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടോണേഴ്സ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇത് എല്ലാ ദിവസവും ചെയ്യാവേ. ഞാൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടാവും. അത് എനിക്ക് തന്നെ അറിയണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് വരുന്നത്. നിങ്ങൾക്ക് റിപ്പീറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡേ 4 നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഡേ 5 ആണ്. ഡേ 5 വീണ്ടും നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയാണ് കേട്ടോ. ഞാനിതിപ്പോ എന്ത് ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റമില്ല എന്ന് പറയുന്നവർക്കാണ് ഞാൻ ഈ ഒരു റൂട്ടീൻ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ ഹെയർ കെയർ കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യും. ഇതാണ് എന്റെ രീതി കേട്ടോ. അപ്പോൾ ഡേ 5 നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹെയർ ഓയിൽ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഉലുവ എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വലിയ ടേബിൾ സ്പൂൺ അല്ല, ഒരു മീഡിയം സ്പൂണിലാണ് കേട്ടോ ഞാൻ കണക്ക് പറയണത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ നിങ്ങൾ വെട്ടിത്തിളപ്പിക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇത് അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലോട്ട്
നിങ്ങൾ എന്ത് ചെയ്യുക, ഷാമ്പു മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഷാമ്പു മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് വീണ്ടും 1 കപ്പോ 2 ഗ്ലാസ് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ പതപ്പിച്ചെടുക്കുക. പതപ്പിച്ചെടുത്ത് ഈ ഒരു വെള്ളമാണ് നമ്മൾ ഹെയർ ഓയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുടിയിൽ ഒഴിച്ച് കഴുകിയെടുക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ മുടി കഴുകിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറുന്നുണ്ട്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫിന്റെ ഇഷ്യൂ വരുന്നത് കൊണ്ടായിരിക്കാം. ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്കാണ് ഈ പ്രശ്നം വരിക കേട്ടോ. അങ്ങനെയുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ മുടി കൊഴിച്ചിലിന്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഉലുവയുടെയും തേയിലപ്പൊടിയുടെയും വെള്ളത്തിലോട്ട് ഷാമ്പൂ മിക്സ് ചെയ്ത് ആ ഒരു വെള്ളം ഒഴിച്ച് നിങ്ങളുടെ തലയുടെ ഓടും മുടിയൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക. കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നേച്ചുറൽ കണ്ടീഷണർ ആണ് നമ്മുടെ ഉലുവ. ഉലുവ നിങ്ങളൊരു ഹെയർ പാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ പാക്കിൽ ഉലുവ ഇൻക്ലൂഡ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കണ്ടീഷണറുടെ ആവശ്യമേ ഇല്ല. അത് നാച്ചുറൽ കണ്ടീഷണർ ആണ് കേട്ടോ. ഇതിട്ട് നല്ല പോലെ നിങ്ങളുടെ തലയുടെ ഓടും മുടിയൊക്കെ കഴുകി എടുക്കുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ മുടിക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു റിസൾട്ടും നല്ലൊരു മാറ്റവും കാണാൻ കഴിയും. അപ്പോൾ ഡേ 5 നമ്മൾ ഈ ഒരു രീതിയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി ഡേ 6 ആണ്. ഡേ 6 ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാവിലെ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം, വാഷ് ചെയ്യാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്യാം കേട്ടോ. മുടിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും തന്നെ കൊടുക്കരുത്. ഡെയിലി നമ്മൾ എന്തെങ്കിലും നമ്മുടെ മുടിയിൽ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് വിപരീത ഫലം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഹെയർ പാക്കുകളൊന്നും നിങ്ങളുടെ മുടിയിൽ യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ മുടിയെ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വിടണം, അതാണ് അതിന്റെ ഒരു കണക്ക്. പക്ഷെ നമുക്ക് ടോണേഴ്സ് ഉപയോഗിക്കാം കേട്ടോ. പിറ്റേ ദിവസം രാത്രിയിൽ ടോണേഴ്സ് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഹെയർ കെയർ ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ ഡേ 6 നമ്മുടെ മുടിയെ ഒന്നും ചെയ്യാനില്ല, ഫ്രീ ആയിട്ട് വിടുക കേട്ടോ. ഇനി നമ്മുടെ ഡേ 7 ആണ്. ഡേ 7 വീണ്ടും നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലും മുടിയിലൊക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ 1 വീക്ക് ആയില്ലേ ഈ ഒരു ഡേ 7 എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ ഒരു ഡേ 7 നിങ്ങൾ വീണ്ടും നമ്മൾ ഡേ 1 എങ്ങനെയാണ് ചെയ്തത്, ഹെയർ ഓയിൽ ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ തേച്ചില്ലേ, ആ ഒരു റൂട്ടീൻ വീണ്ടും നിങ്ങൾ ചെയ്യണം. ഡേ 7 എണ്ണ ചൂടാക്കി തന്നെ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ ഇട്ട് കൊടുക്കാം. ഹെയർ പാക്കുകൾ നമ്മുടെ മുടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ മുടിയുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി വേണം നമുക്ക് ഹെയർ പാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? ചിലർക്ക് താരന്റെ പൊറുതിമുട്ടലായിരിക്കാം, എന്ത് ട്രൈ ചെയ്താലും താരന്റെ പ്രശ്നം മാറുകയില്ല. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ താരൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മുടി നല്ല ലെങ്ത് ഉണ്ടാവും, പക്ഷെ മുടിക്ക് ഒട്ടും തന്നെ വോള്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവര് മുടിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാല് മുടി കൊഴിച്ചിൽ കൂടുതൽ ഉണ്ടാവും. അപ്പൊ മുടി കൊഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കുകൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആണ് നമ്മുടെ ഹെയർ പാക്കുകൾ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ തന്നെ നിങ്ങളുടെ മുടിയുടെ പാതി പ്രശ്നങ്ങൾ മാറും കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന ഈ ഒരു റൊട്ടീനൊക്കെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മുടി കൊഴിച്ചിൽ മാറാനും മുടിയുടെ തിക്നെസ് കൂടാനും മുടി നല്ലപോലെ ലെങ്ത് വെച്ച് വളരാനും ഒക്കെ സഹായിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മുടി കൊഴിച്ചിലും താരനൊക്കെ മാറി നിങ്ങൾക്ക് മുടി വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹെയർ പാക്ക് ചേഞ്ച് ചെയ്യാം. അതായത് ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ബനാന ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡ് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ചെമ്പരത്തി താളിയായിട്ട് ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിയുടെ ഇലയും പൂവും നമ്മുടെ മുരിങ്ങയില നമ്മുടെ മുടിയുടെ തിക്നെസ് കൂടാൻ സൂപ്പറാണ് കേട്ടോ. മുരിങ്ങയുടെ ഇലയും അതിൽ തന്നെ കുറച്ച് തുളസിയോ കറിവേപ്പില നമ്മുടെ ഉലുവ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് അതിലോട്ട് കുറച്ച് തേങ്ങയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പാക്കായിട്ട് ഉപയോഗിക്കാം. മറ്റു ദിവസങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു ഹെയർ പാക്ക് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് മിക്സിയിലിട്ട് അരിച്ചെടുത്ത് നിങ്ങളുടെ മുടിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാം പറഞ്ഞു തന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഹെയർ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് പോകണ്ട. നമ്മൾ സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് പോവേണ്ടത്. നമ്മുടെ മുടിക്ക് ഇതൊക്കെ സ്യൂട്ട് ആവണമല്ലോ. സോ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ഇതേ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുക. പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ വരും എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത്
നിങ്ങൾക്ക് തന്നെ ഹെയർ കെയർ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ വരും. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്താ പറയുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ 2024 നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വിഷസ് ടു ഓൾ മൈ ഫാമിലി. അപ്പോൾ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് 2025 വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെയ്ക്കും ബൈ ഫ്രം രമ്യ.